ഈ വീഡിയോയുടെ ടൈറ്റിൽ എഴുതിയേക്കുന്ന പോലെ തന്നെ ഞാൻ വോണർ SG1 വോണർ SG2 പബ്ലിക്കിന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. ടെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കേട്ട് നോക്കിയിട്ട് അവരുടെ ഒരു ഒപ്പീനിയൻ പറയാന്നുള്ള രീതിയിൽ ഞാനിത് കൊണ്ടുപോയി ഇങ്ങനെ കൊടുത്തു. ആൻഡ് ദ റിസൾട്ട്സ് വാസ് pretty കൺഫ്യൂസിങ്. ഇതെങ്ങനെ പ്രസൻറ്റ് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല, കാരണം ഞാനിത് റെക്കോർഡ് ചെയ്തത് അങ്ങനെയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ചൊരു പ്ലാനോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എനിക്കങ്ങനെ തോന്നി ചെയ്യണമെന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങി. എനിക്ക് ഇതിൻ്റെ മുൻവിധികളൊന്നും നോക്കാതെയാണ് പോയത്. അതുകൊണ്ട് തന്നെ എനിക്ക് പല സംഭവങ്ങളും, അതായത് ഇപ്പോൾ ഞാൻ അവരെ അപ്രോച്ച് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഓൾസോ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ എനിക്ക് ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരാളാണ്. അത് ഒക്കെ കൊണ്ടിട്ട് തന്നെ എനിക്ക് ഇവരുടെ ഒപ്പീനിയൻസ് മാത്രമേ എടുക്കാനേ പറ്റിയിട്ടുള്ളൂ. സോ ഇതിൻ്റെ ഹോൾ സ്റ്റോറി ഞാൻ നറേറ്റ് ചെയ്യാം, അതിൻ്റെ കൂടെ ഞാൻ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതേ എനിക്കിവിടെ നടക്കുകയുള്ളൂ. പിന്നെ ടെസ്റ്റ് കണ്ടക്ട് ചെയ്തതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എൻ്റെ ടാങ്ക്സൂൻ്റെ വോണർ 1 ഉണ്ടായിരുന്നു, വോണർ SG2 ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ പ്ലേ ചെയ്യാൻ വേണ്ടി കൊടുത്ത ഫയൽസ് എല്ലാം മിക്ക പാട്ടും ഓഡിയോ CD നിന്ന് എടുത്തത്, അതായത് ഓഡിയോ CD ഉള്ള പാട്ടുകളാണെന്നുണ്ടെങ്കിൽ ഓഡിയോ CD നിന്ന് എടുത്തിട്ട് അതിനെ ആപ്പിളിൻ്റെ QAAC ഫോർമാറ്റിൽ എൻകോഡ് ചെയ്തേക്കുന്ന ഇതായിരുന്നു. ആൻഡ് യൂസ് ചെയ്ത ഡിവൈസ് എൻ്റെ പഴയ നോക്കിയുടെ എക്സ്പ്രസ് മ്യൂസിക് ആയിരുന്നു. പിന്നെ എൻ്റെ ഒരു DAC ഉണ്ടായിരുന്നു. ബട്ട് ഓൾമോസ്റ്റ് എല്ലാവരും ആരും തന്നെ DAC യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. എല്ലാവരും എക്സ്പ്രസ് മ്യൂസിക് തന്നെ വെച്ചാണ് കേട്ടത്. അത് ആൾക്കാർക്ക് അത് കണ്ടപ്പോഴത്തേക്കൊരു ക്രേസിനെസ് തോന്നി. അത് വെച്ചാണ് അവർ കേട്ടത്. പിന്നെ ഇതിൻ്റെ ഈ ഒരു സെറ്റിംഗ് ഉണ്ടല്ലോ, ഇതൊരു പ്രോപ്പർ സെറ്റിംഗ് അല്ല ഇത് ടെസ്റ്റ് ചെയ്യേണ്ടത്, അതെനിക്കറിയാം. സോ ഇതിൽ നിന്ന് വന്നേക്കുന്ന റിസൾട്ട്സ് കേട്ടിട്ട് നിങ്ങൾ എന്താ പറയുക, ഒരു കൺക്ലൂഷനിലെത്തരുത്. ബിക്കോസ് ഇതെന്ന് പറയുന്നത് ഒരു പബ്ലിക്കായിട്ട് പോയി നിന്നിട്ട്, അല്ലെങ്കിൽ ഭയങ്കര നോയ്സി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിലും, അതുപോലെ അവിടെ നിന്ന് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പലരും ഇങ്ങനെ ഒരു ഇച്ചിരി പാനിക്കിലൊക്കെ ഇരുന്നാണ് കേട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നേക്കുന്ന റിസൾട്ട്സാണ്. ഇത് വെച്ചിട്ട് നിങ്ങളൊരു ഫൈനൽ ജഡ്ജ്മെൻ്റ് ഒന്നും എടുക്കണ്ട. ഇത് ജസ്റ്റ് ഫോർ ഫൺ, ഇത് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാൻ പോയി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ ആദ്യം പോയത് എൻ്റെ അടുത്തുള്ള എൻ്റെ ഒരു ഹോം ടൗൺ ആയിട്ടുള്ള ചേർത്തലിലാണ്. ചേർത്തലിൽ ഇതുപോലെ 2 ഹാങ് ഔട്ട് സ്പോട്ട്സ് ഉണ്ട്. അപ്പോൾ അതിന് പ്രത്യേകിച്ച് പേരായിട്ടൊന്നുമില്ല. അവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നതാണ്. അപ്പോൾ ആരുടെങ്കിലും ഇങ്ങനെ കേൾക്കാൻ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ചെന്നു. പക്ഷേ ചേർത്തല വാസ് കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻമെൻറ്റ്. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, ഞാൻ ചെന്ന് ആദ്യം തന്നെ ചോദിച്ച പലരും എനിക്ക് റിജക്ഷൻ അടിച്ച് തന്നു. ആർക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. പിന്നെ ചില ആൾക്കാർക്ക് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരാനായിട്ടുള്ളൊരു മടി കാരണം അവരങ്ങനെ വന്നില്ല. ചില ആൾക്കാർ എന്നെ ഒരുമാതിരി ഏലിയൻ പോലെയൊക്കെ നോക്കി. അതെന്താ സംഭവം എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ സംഭവം ഒന്നും നടക്കില്ല, ഈ പ്ലാൻ പൊളിഞ്ഞു എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഇരിക്കുവാണ്. ഈ വീഡിയോ ഇനി ഇവിടെ വെച്ച് തന്നെ വൈൻഡപ്പ് ചെയ്യാം. അതിന് നിർത്തിപ്പോരാന്ന് പറഞ്ഞിരുന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാനിങ്ങനെ ഓർത്ത് ഓക്കെ എന്തായാലും നിർത്തുവാണ്. ഇനി ആരുടെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ ചോദിക്കാമെന്ന് പറഞ്ഞ് ഞാൻ രണ്ടാമത്തെ ഹാങ് ഔട്ട് സ്പോട്ടിൽ പോയിട്ട് ആദ്യം തന്നെ ചെന്ന് 2 പിള്ളേരുണ്ട്. ആൻഡ് ആ പിള്ളേർ കാരണമാണ് ഞാൻ ഈ വീഡിയോ ഫുള്ള് ചെയ്തത്. കാരണം ഞാൻ ചെന്നതും ദേ വാസ് വെൽക്കമിങ് മീ. അവരൊരു പോസിറ്റീവ് സംഭവം എനിക്ക് തന്നു. ഞാൻ ജസ്റ്റ് ചെന്ന് അവരെ അപ്രോച്ച് ചെയ്ത് അവരോട് ഇങ്ങനെ സംഭവങ്ങൾ പറഞ്ഞു. ഇന്നതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓക്കെ ചേട്ടാ നമുക്ക് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിൽ അവർ പറഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ് കിട്ടി. ആൻഡ് അതെനിക്ക് പറഞ്ഞറിയിക്കറിയാൻ പറ്റില്ല, അതൊരു ടൈപ്പ് ഓഫ് സംഭവമാണ്. അതിൻ്റെ പുറത്താണ് ഈ വീഡിയോ വന്നേക്കുന്നത് തന്നെ. ഈ വീഡിയോ കംപ്ലീറ്റ് ഞാൻ ചെയ്തത് ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ്. ഞാൻ അവരെ കൊണ്ട് കേൾപ്പിച്ച് അവർ അത്യാവശ്യം ഇരുന്ന് കുറച്ച് പാട്ടുകളൊക്കെ കേട്ടിട്ട് അവർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നേരെ ഇതിരുന്നിട്ട് കേട്ടേക്കുന്ന അവരാണ്. അവർ കേട്ട് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഒപ്പീനിയൻ അവർ പറഞ്ഞു. അത് ഞാൻ കാണിച്ചു തരാം. എനിക്കിതാണ് തോന്നിയത്, സെക്കൻഡ് ജനറേഷൻ. എനിക്കും കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ട ഈ സെക്കൻഡ് ജനറേഷൻ ആണ്. നല്ല ഇതൊക്കെ ആയിട്ട് കേൾക്കാം. എനിക്കിതാണ് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത്. ഫസ്റ്റ് ജനറേഷൻ എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു, പക്ഷേ കുറച്ചും കൂടെ ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സെക്കൻഡ് ജനറേഷൻ. വ്യത്യാസമാണ്, നല്ല ഇതായിട്ട് കേൾക്കാം. എന്തായിട്ട് കേൾക്കാം ഓക്കെ, ഇവരുടെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. ഓക്കെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്നൊക്കെ. പക്ഷേ വീണ്ടും 1-2 അടുത്ത് ഞാൻ ചെന്നപ്പോഴത്തേക്കും ഫോർ സം റീസൺസ് അവരും റിജക്റ്റ് ചെയ്തു. പക്ഷേ ആ റിജക്റ്റ് ചെയ്ത ആൾക്കാർ ഒരു ഹോപ്പ് വന്നിട്ടാണ് നമ്മൾ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓക്കെ മേ ബി ഞാൻ വന്ന സമയത്തിൻ്റെയൊക്കെ പ്രശ്നമായിരിക്കുക എന്നോർത്ത് ഞാൻ അവിടെ നിന്ന് പോകുന്ന ഞാൻ നേരെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോയി. എൻ്റെ ഒരു ഫ്രണ്ട് മീനാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ജസ്റ്റ് ക്യാഷ്വലി ആയിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ വെറുതെ അവളോട് ഇങ്ങനെ പറഞ്ഞു ഞാനിങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, നീ ഒന്ന് ട്രൈ ചെയ്യുന്നോ എന്ന് വെറുതെ വെച്ചപ്പോഴത്തേക്കും നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ അതെടുത്ത് വെച്ച് കേൾക്കാൻ തുടങ്ങി. അവിടെ അനിയനവിടെ ഉണ്ടായിരുന്നു, അപ്പം മീനാക്ഷിയും കൂടെ ഇരുന്നിട്ട് അത് കുറച്ച് നേരമൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഡിസിഷൻ പറഞ്ഞു. ആൻഡ് അത് നിങ്ങൾ നേരത്തെ കേട്ടതിനേക്കാളും കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിരിക്കും. അത് ഞാൻ കേൾപ്പിച്ചു തരാം. മീനാക്ഷി സാർ
നിനക്ക് മറ്റേത് ഇഷ്ടപ്പെട്ടില്ല? അതെന്താ നിനക്ക് മറ്റേത്? അതിനകത്ത് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി. ഇത് ഭയങ്കര, ഇതെനിക്ക് ടെക്നിക്കലി പറയാനറിയില്ല, പക്ഷെ ഭയങ്കര ബട്ടറി സ്മൂത്ത് ആയിട്ട് നോക്കില്ല. അതെ, ഈ ജെൻ 2 ഇത് ജെൻ 2 ആണ്, മറ്റേത് ജെൻ 1 ആണ്. ഈ ജെൻ 1ന്റെ എനിക്ക് ഭയങ്കര ബിൽഡൊക്കെ ഭയങ്കര ചീപ്പാണ്. ഇപ്പൊ നിനക്ക് ഇഷ്ടപ്പെട്ട ജെൻ 2 ആണ്? എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടതാണ്. എനിക്ക് അതിന്റെ സൗണ്ട് ഇഷ്ടമാണ്, എനിക്ക് ഇതിന്റെ സൗണ്ട് ഇഷ്ടമാണ്. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് ആക്സസറീസ് കിട്ടുന്നതെല്ലാം ഭയങ്കര പ്രീമിയം ആണ്. ഈ ബഡ്സ് ഇല്ല, ഈ ബഡൊക്കെ ഇത് മറ്റേക്കാൾ നല്ല കംഫർട്ടുള്ള ബഡാണ്. ഈവൻ ഈ ബഡ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിക്കാനായിട്ട് 1000 രൂപയാവും. അതുപോലെ ഇതിന്റെ കേബിളും അത്യാവശ്യം നല്ല കേബിളാണ്. മറ്റേതിൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പഴയ കണക്ടറാണത്, ക്ലാവൊക്കെ പിടിക്കും കണ്ട, അങ്ങനത്തെ സാധനമാണ്. അത് കാരണം നമുക്കിത് നല്ലതാന്ന് പറയാൻ പറ്റൂല. എനിക്ക് രണ്ടിന്റെ സൗണ്ടും ഇഷ്ടമാണ്. ഞാൻ കുറെ പിള്ളേരോട് പറഞ്ഞു നിങ്ങൾ ഏത് വേണമെങ്കിലും എടുത്തോ എന്നൊക്കെ ഉള്ളത്. ജെൻ 1 മറ്റേ ജെൻ 2 കുറച്ചുകൂടി സൗണ്ട് ക്ലാരിറ്റി, ഇൻസ്ട്രുമെന്റ്സിന്റെ ഒക്കെ ഓരോന്നോരോന്നൊക്കെ എടുത്തറിയുന്നത് ഇതിലാണ് കുറച്ചുകൂടി ബെറ്റർ. കുറച്ചുകൂടി ഒരു എല്ലാം കൂടി ഒരു ഈക്വൽ ബ്ലെൻഡ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ അകത്ത്. എനിക്ക് കുറച്ചുകൂടി പേഴ്സണലി ഇഷ്ടം കേൾക്കാനായിട്ട് ഇങ്ങനെ ഈക്വൽ ബ്ലെൻഡ് ആയിട്ട് വരുന്നത്. എനിക്കത് കാരണം എന്താ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് സൗണ്ട് ക്വാളിറ്റി അടിപൊളിയാണ്. ജെൻ 2 നൈസാണ്. എനിക്ക് പേഴ്സണലി കേൾക്കാനായിട്ട് ബ്ലെൻഡഡ് ആയിട്ടുള്ള സാധനം ആയതുകൊണ്ട് എനിക്ക് ഇതാണ് ജെൻ 1 ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇത് ഇതിൻ്റെ ഡ്രംസ് ഒക്കെ സൈഡിൽ ഭയങ്കര മുഴക്കൊക്കെ വന്ന് കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ അതിനെക്കാട്ടി പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. സോ ഇവരുടെ ഈ സംഭവം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയി. കാരണം രാവിലെ ഇറങ്ങിയതാണ്, കുറേ ആൾക്കാരുടെ അടുത്ത് പോയി ഇതുപോലെ സംസാരിക്കുകയും ഞാൻ ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മൊത്തത്തിലൊരു എക്സോസ്റ്റഡ് സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരുന്നത് വെച്ചത്. അതിന് ഞാൻ നേരെ പോയി, ഇനി വേറൊരിടത്ത് പോകാമെന്ന് വെച്ച് ഞാൻ നേരെ വൈക്കത്ത് പോയി. ആൻഡ് വൈക്കത്തെ പരിപാടികൾ വാസ് ടു ഗുഡ്. ഞാൻ വെറുതെ പറയുമല്ല, അതെനിക്ക് മേ ബി ഭാഗ്യമാണോ എന്താണെന്ന് അറിയാൻ പാടില്ല. എല്ലാവരും നല്ല അടിപൊളിയായിരുന്നു. ഞാൻ കുറവ് കിട്ടിയ റിജക്ഷൻസും കൂടുതൽ അക്സെപ്റ്റൻസും ആയിരുന്നു വന്നത്. ഞാൻ ചെന്ന മിക്കവരും വി ക്യാൻ ഡു എന്ന് പറഞ്ഞ് എന്നെ വെൽക്കം ചെയ്യുമായിരുന്നു. സോ ആദ്യം ഞാൻ ഇതുപോലൊരു പയ്യൻ അവിടെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്ത് ചെന്നു. അവൻ എന്നെ ഇങ്ങനെ തൊഴുത് കാണിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓക്കെ വേണ്ട, വിട്ടു. വേറൊരു പിള്ളേരുടെ അടുത്ത് ഞാൻ ചെന്നു, 3 പേരുണ്ടായിരുന്നു. അതിലൊരാൾ പറഞ്ഞു ഓക്കെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആ കൊച്ച് അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് പുള്ളിക്കാരത്തി കേട്ടു. ആളതിരുന്ന് കേട്ടോ എന്ന് വെച്ചാൽ ചുമ്മാ ഇങ്ങനെ വെറുതെ അല്ല, അത്യാവശ്യം ഇരുന്ന് പാട്ട് കേട്ടായിരുന്നു. ഇപ്പം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഈ ടെക്നിക്കലി ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ ടിമ്പറിനെ പറ്റിയിട്ടും അതുപോലെ സ്റ്റേജിങ്ങിനെ പറ്റിയിട്ടും ഇതൊക്കെ ഞാൻ ടൊണാലിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. മേ ബി ഞാനിത് പറഞ്ഞുകൊണ്ടിട്ടാണെന്ന് അറിയാൻ പറ്റില്ല. ആളൊരു ഇച്ചിരി ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ ഇരുന്നിട്ടാണ് കേട്ടത്. ഞാൻ കേട്ട് കഴിഞ്ഞ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. മേ ബി നിങ്ങൾക്ക് ഈ IMs കേട്ടിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. ആൾക്ക് രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാനത് കേൾപ്പിച്ചു തരാം, നിങ്ങൾ കേട്ട് നോക്ക്. എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഫസ്റ്റ് ജെൻ ഒന്നും കൂടെ. അതിനകത്താകുമ്പോൾ ആ BGM അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സോങ്ങൊക്കെ നല്ലോണം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. സെക്കൻഡിലോട്ട് വരുമ്പോൾ അവർ പാടുന്ന മാത്രമേ കേൾക്കാൻ പറ്റുന്നു. പക്ഷെ നമുക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ BGM കാര്യങ്ങളൊന്നും വലുതായിട്ട് കേൾക്കാൻ പറ്റുന്നില്ല. നമുക്കത് ശരിക്കും ഉള്ളിൽ നിന്ന് ഫീൽ വരുന്നില്ല. ഫസ്റ്റിൽ നമ്മൾ നല്ലോണം ഫീൽ കിട്ടുന്നുണ്ട്, സെക്കൻഡിനകത്ത് വലുതായിട്ട് കുറവാണ് ഫീൽ വരണത്. അത്രയൊക്കെ ഉള്ളു. ഓക്കെ, അത് കഴിഞ്ഞ് ഞാൻ ചെന്നത് ഒരു ജാർഖണ്ഡിൽ നിന്ന് കേരളത്തിൽ ജോലിക്ക് വന്നൊരു ആളുടെ അടുത്തായിരുന്നു. പുള്ളിയുടെ ഞാൻ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ആൾ ഓക്കെ ഭയ്യ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഇയർഫോൺസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ നോർമലി നോർത്തിലൊക്കെ വരുന്ന ആൾക്കാർ അവരാ ഭയങ്കര ലൗഡൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണല്ലോ കേൾക്കുന്നത്. അപ്പോൾ ഇത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ റിസൾട്ട് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. നിങ്ങളിത് കണ്ടു നോക്ക്. അത് ജെൻ 1 ഫസ്റ്റ് ജെൻ 2 അല്ലേ? ആദ്യം കേട്ട ജെൻ 2. When I heard that, I was just feel like not like here. I was in a dream. I can't explain you. It's like very very nice when I heard that. അപ്പോൾ ജെൻ 1 ആണ് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത്. Yeah. It's Gen 1. It's too much better than Gen 2. Like it's smoothly. Like it's very nice. ഭയങ്കര എനിക്ക് ഇറ്റ്സ് ബെറ്റർ ദാൻ Gen 2 ഐ തിങ്ക്. ഓക്കെ, ഈ പുള്ളി ഉണ്ടല്ലോ,
ഈ പുള്ളി കേട്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വോണർ 2 കേൾപ്പിച്ചു. വോണർ 2 കേൾപ്പിച്ചപ്പോഴത്തേക്കും ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പം തന്നെ അത് ഊരി. അപ്പോൾ ഞാനോർത്ത് ഓക്കെ ഇവർക്ക് മേ ബി മറ്റേ ഭയങ്കര ഓവർ ഇതാക്കിയിട്ടുള്ള സൗണ്ടായിരിക്കും ഇവർക്ക് ഇഷ്ടം എന്ന് ഞാൻ ഓർത്ത്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ആള് ഈ വോണർ SG 1 എടുത്തിട്ട് പുള്ളി അതിരുന്ന് കുറേ നേരം കേട്ടു. ലിറ്ററലി കുറേ നേരം ഇരുന്ന് അത് എനിക്കൊരു 3-4 പാട്ട് അത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ കേട്ടു ആള്. എന്നിട്ടാണ് പുള്ളി ഇത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തന്നെ അതിശയായിപ്പോയി ഇതെന്താ സംഭവം എന്ന്. അത് കഴിഞ്ഞ് ഞാൻ വേറെ 2 ചേട്ടന്മാരോട് ചോദിച്ചു. ആൻഡ് അവർക്ക് ഒരു ഇച്ചിരി ഷൈ ആയിരുന്നു. ആൻഡ് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടു നോക്കൂ. ഇത് Gen 1 ആണ്, ഇത് Gen 2 ആണ്. ഇതിൻ്റെ അകത്ത് രണ്ടും ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ല. Gen 1 പ്രത്യേകം എന്തെങ്കിലും മീൻസ് ഇതിൽ നിന്ന് നമ്മളെ സ്പെസിഫൈ ചെയ്ത് ഇതിലേക്ക് മാറ്റുന്ന എന്തെങ്കിലും സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ കേൾക്കാനുള്ള എന്തെങ്കിലും സ്മൂത്ത്നെസ് ആണോ, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ് കുറച്ചുകൂടെ നന്നായിട്ട് കേൾക്കുന്നതാണോ, ക്ലാരിറ്റി ഉണ്ട് ഈ Gen 1 അകത്താണ് തോന്നിയത്. Gen 2 അപേക്ഷിച്ച് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ട്. ഒരു എക്കോ, ഒരു മുഴക്കം പോലെ എല്ലാം നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളത് കുറച്ചുകൂടെ ബേസിൽ വലുതായിട്ടുള്ള ഇയർഫോൺസ് ആണോ, അതോ കുറച്ചുകൂടെ ട്രബിൾസ് ആയിട്ടുള്ള ഇയർഫോൺസ് ആണോ, അതോ ന്യൂട്രലായിട്ടെല്ലാം ഒന്നും ഓവർ പവർ ചെയ്യാത്ത രീതിയിൽ അങ്ങനത്തെ സംഭവമാണ്? പറഞ്ഞോ, ഓപ്പണായിട്ട് പറഞ്ഞു. ന്യൂട്രലാണ് ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഇതിലേതാണ് കുറച്ചുകൂടെ ന്യൂട്രലായിട്ട് തോന്നിയതെന്ന്? ന്യൂട്രലായിട്ട് പോകണമെങ്കിൽ ഇത് 2 അല്ലേ? 2 ആണ് തോന്നിയത്. ഇത് കുറച്ചുകൂടെ ബേസ് ഉള്ളതായിട്ട്. സോ ഈ പുള്ളിക്കാരനും വോണർ SG 1 ആണ് കുറച്ചുകൂടെ. പുള്ളിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ബട്ട് പുള്ളിക്കും SG 1 കുറച്ച് താല്പര്യം. പിന്നെ ഞാനൊരു പയ്യൻ്റെ അടുത്ത് പോയി, ഇതുപോലെ ചെറിയ പയ്യനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ കുഴപ്പമുണ്ട്, അവൻ പറഞ്ഞതൊന്നും റെക്കോർഡായില്ലായിരുന്നു, എൻ്റെ മൈക്ക് ഓഫായിരുന്നു. സോ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അവന് SG 1 ആണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ ആളെന്നോട് പറഞ്ഞു ആളങ്ങനെ പാട്ടുകളൊന്നും അധികം കേൾക്കാത്ത ഒരാളാണ്. പിന്നെ ഞാൻ കേൾക്കുന്ന പാട്ടുകളൊന്നും അല്ല അവൻ കേൾക്കുന്നതൊക്കെ, പുതിയ പാട്ടുകളൊക്കെയാണ് കൂടുതൽ കേൾക്കുന്നത്. അപ്പോൾ ഞാൻ കൊണ്ടുപോയതിൻ്റെ അകത്ത് പഴയ പാട്ടുകൾ, AR റഹ്മാൻ്റെ പഴയ പാട്ടുകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു വെച്ചത്. അപ്പോൾ ആൾക്ക് അത് അത്ര അതുമായിട്ട് പരിചയമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ആൾ സംസാരിച്ചത് എന്നോട്. പക്ഷെ ആൾക്ക് ഇഷ്ടപ്പെട്ടത് SG 1 ആണ്. SG 2 അവനും പറഞ്ഞത് ഇങ്ങനെയാണ്, SG 2 അവന് ഇഷ്ടപ്പെട്ടു. പക്ഷെ അവന് കേൾക്കാൻ നന്നായിട്ട് അവന് തോന്നിയത് SG 1 ആണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതിൻ്റെ അത് കഴിഞ്ഞ് ഞാൻ 2 പിള്ളേരെ പരിചയപ്പെട്ടു. അതെ. ആൻഡ് അവരടിപൊളിയായിരുന്നു. അവർ ഇരുന്ന് ആദ്യം ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവർക്ക് അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്ക് അവർക്കൊരു നാണമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫേസ് കാണിക്കുന്നില്ല, കാരണം ആളെന്നോട് പറഞ്ഞത് എൻ്റെ ഫേസ് കാണിക്കരുത്, ഞാൻ സംഭവങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഫേസ് കാണിക്കുന്നില്ല. അപ്പോൾ ആൾ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് കേട്ടു. ഞാൻ ഇതിങ്ങനെ ടെസ്റ്റ് ഔട്ട് ചെയ്യാൻ കൊടുത്തിട്ട് സീരിയസ് നോട്ടിലിരുന്ന് സാധനം കേൾക്കുന്നത് ഇവരായിരുന്നു. അവരത് വെച്ചിട്ട് അവിടെ ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരുന്നത് കുറേ നേരം കേട്ടു. ആൻഡ് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് അത്യാവശ്യം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സംസാരിച്ചത്. ഞാൻ കാണിച്ചു തരാം. രണ്ടും ഇഷ്ടപ്പെട്ടോ അതോ ഏതെങ്കിലും ഒരെണ്ണം ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യം? രണ്ടും ഇഷ്ടപ്പെട്ട്. ഇതിൻ്റെ അകത്ത് മീൻസ് രണ്ടിനും തോന്നിയത്, നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ഗൈഡായിട്ടുള്ള ഇയർഫോൺസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ഇതിലേക്ക് വന്നപ്പോഴത്തേക്കും തോന്നിയ സംഭവം എന്താണ്? നല്ല ക്ലാരിറ്റി ഉണ്ട്. മറ്റേ നമ്മളിപ്പോൾ ബ്ലൂടൂത്ത് ഉപയോഗിക്കുമ്പോൾ തന്നെ മാതിരിയുള്ള ക്ലാരിറ്റി ഡ്രോപ്പ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. രണ്ടിൻ്റെ അകത്തുനിന്നും രണ്ടും ഇഷ്ടപ്പെട്ടു. വ്യത്യാസം കാര്യമായിട്ട് തോന്നിയില്ല. അവർ പറഞ്ഞത് ഇതാണ്, ആൾക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം സെലക്ട് ചെയ്യാൻ കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം എനിക്ക് അങ്ങനെയാണ്, എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരെണ്ണം സെലക്ട് ചെയ്ത് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടു. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ട കാര്യമില്ല. കാരണം ഈ പല ആൾക്കാരും പല സിറ്റുവേഷൻസിലിരുന്ന് കേട്ടേക്കുവാണ്. പിന്നെ പലരുടെയും ഇയർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. പലർക്കും പല റിസൾട്ട്സാണ് വന്നേക്കുന്നത്. ബട്ട് കോമൺ ആയിട്ട് എല്ലാവരും SG 1 സെലക്ട് ചെയ്തിട്ടുണ്ട്. SG 1 ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. SG 2 നല്ലതാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവർ കൂടുതൽ SG 1 പ്രിഫർ ചെയ്യുവാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SG 1 ഒരു സ്മൂത്ത്നെസ് ഉണ്ട്, അതിൽ ട്രബിൾ ഹാർഷ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ട്രബിൾ ഹാർഷ് ഇല്ലാതെ ആ ഒരു വാംത്ത് ഉള്ളതുകൊണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാരും മ്യൂസിക്കലി അതിന് ഇഷ്ടപ്പെടുന്നത്. ബട്ട് ഒരിക്കലും SG 2 ഇപ്പോൾ എനിക്കും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. SG 1 ഒരു ഇച്ചിരി കൂടെ സ്മൂത്താണ് SG 2 പക്ഷേ നല്ലതെന്ന് പറയാൻ പറ്റില്ല. കാരണം SG 2 നല്ലതായിട്ടുള്ള ചില കാര്യങ്ങൾ SG 1 അത് ഈവൻ ഇതിൻ്റെ ബിൽറ്റ് ആണെങ്കിൽ തന്നെ SG 2 ബിൽറ്റ് നല്ലതാണ്. പക്ഷേ SG 1 ബിൽറ്റ് അത്ര അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല. SG 2 കൂടി നമുക്ക് അത്യാവശ്യം നല്ല അക്സസറീസ് കിട്ടുന്നുണ്ട്. പക്ഷേ SG 1 ആ സംഭവം കിട്ടുന്നില്ല. ഇച്ചിരി ട്രബിൾ വേണ്ട ആൾക്കാരുണ്ട്. ചില ആൾക്കാർക്ക് കുറച്ച് ട്രബിൾ വേണം. ഇപ്പോൾ ഈ SG 1 അകത്ത് ഈ ട്രബിൾ പിക്കപ്പൊക്കെ ഭയങ്കര കുറവായതുകൊണ്ട് തന്നെ പലരും ട്രബിൾ വേണ്ട ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടണമെന്നില്ല. നിങ്ങളിത് ഈ സംഭവം കണ്ടിട്ടൊരു ഫൈനൽ ഡിസിഷൻ എടുക്കാതിരിക്കുക. രണ്ടും കേട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാൻ നോക്കുക.
സോ ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ വെർഡിക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഇതിവൃത്തം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഇത്രയും കേട്ടാൽ മതി. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ കുറച്ച് ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. അത് പിന്നെ എൻ്റെ കുറച്ചൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് തന്നെ എൻ്റെ ഒരു വട്ടിൻ്റെ പുറത്ത് പോയി ഞാൻ ചെയ്തതാണ്. കാരണം ഇതൊരു പ്രോപ്പർ സംഭവമല്ലാന്ന് എനിക്കറിയാം, ഉറപ്പായിട്ടും അറിയാം. പക്ഷേ ഞാൻ അങ്ങനെ ഒരു രസത്തിന് പോയി ചെയ്തതാണ്. കുറച്ച് കഷ്ടപ്പാടുണ്ടായിരുന്നു, കാരണം ഒറ്റക്കാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. അതുപോലെ എനിക്കൊരു ഭയങ്കര സോഷ്യൽ ആൻസൈറ്റി ഉള്ള ഒരാളാണ്. ഇപ്പോൾ ഒരു ബസ് കണ്ടക്ടറോട് ചെന്നിട്ട് ബാക്കി പൈസ തന്നില്ലായിരുന്നു ചേട്ടാ എന്ന് ചോദിക്കാൻ വരെ അങ്ങനത്തെ ഒരു ഇതുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ചെന്നിട്ട് ഇതുപോലെ റാൻഡമായിട്ട് ആൾക്കാരോട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു. അത് എനിക്കറിയാൻ പാടില്ല, ഇവിടെ നിന്ന് ഒരു എനർജി കിട്ടി. അത് എനിക്ക് കൂടുതൽ തോന്നുന്നത്, ഞാൻ ആദ്യം എനിക്ക് ഒരു ഓക്കെ പറഞ്ഞ 2 പിള്ളേരുണ്ടല്ലോ, ആ പിള്ളേർ തന്നെയാണ്. അവരെനിക്ക് തന്നൊരു കോൺഫിഡൻസ് ഉണ്ട്. അവർ ഇറ്റ്സ് ഓക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ചേട്ടാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കിട്ടിയൊരു സംഭവം. അതിൻ്റെ പുറത്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ പുറത്താണ് ഞാൻ ഈ കംപ്ലീറ്റ് വീഡിയോ ചെയ്തത്. എന്തായാലും എനിക്കിപ്പോൾ ഞാൻ നേരത്തെ ഉണ്ടാക്കിയൊരു സോഷ്യൽ ആൻസൈറ്റി ഇല്ല, ഒരു സംഭവം എനിക്കിപ്പോൾ ഇല്ല. എനിക്കിപ്പോൾ ഒരു റാൻഡമായിട്ട് കാണുന്ന ഒരാളോട് ചെന്നിട്ട് എനിക്കിപ്പോൾ സംസാരിക്കാനും അതെവിടെയോ പോയി, അതെനിക്കറിയാൻ പാടില്ല. ഞാൻ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സംഭവം പോയി. ഞാൻ ഇങ്ങനെ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ടോപ്പിക്സ്, അതായത് ഇങ്ങനെ സോഷ്യലി പോയി ചോദിക്കേണ്ട എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴ്ത്തുമെന്ന് പറയുക, എനിക്ക് പോയി ചോദിക്കുന്നതിന് ഇപ്പോൾ ഒരു മടിയില്ല. അങ്ങനത്തെ കണ്ടൻസ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തുള്ള വേറൊരു സംഭവം ഉണ്ടെങ്കിൽ, ഈ കേട്ട ആൾക്കാരൊക്കെ ഈ 2 ഇയർഫോൺസിൻ്റെയും ഡിസിഷൻസാണ് പറഞ്ഞത്. പക്ഷേ അവർ നോർമലി യൂസ് ചെയ്യുന്ന കൊമേഴ്ഷ്യൽ ഗ്രേഡായിട്ടുള്ള ഇയർഫോൺസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതെങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഭയങ്കര അസ്റ്റോണിഷിങ് ആയിട്ടാണ്. അതായത് ടു ഗുഡ് എന്നാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത്. ഒരാൾ പോലും അവർ കൊമേഴ്ഷ്യലി യൂസ് ചെയ്തേക്കുന്ന ഇയർഫോൺസിൽ നിന്ന് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ബാഡായി എന്നുള്ളൊരു സാധനം പറഞ്ഞിട്ടില്ല. ചില ആൾക്കാരൊക്കെ ഉണ്ട്, അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ചില ആൾക്കാർ ഇത് കുറച്ചിങ്ങനെ കേട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി അന്തം വിട്ടൊക്കെ നിൽക്കുന്നത്, ഇതെന്താ ഇവർ കേൾക്കുന്നുള്ള രീതിയിലേക്ക് അങ്ങനത്തെ റെസ്പോൺസാണ് വന്നത്. ആദ്യം കേട്ട ഞാൻ പറഞ്ഞ പിള്ളേരുണ്ടല്ലോ, അതിൽ ആ ഒരു കൊച്ച് ആദ്യം കേട്ടത് ഇങ്ങനെ സംഭവം വെച്ചു. കാരണം അവരിതൊരു കേൾക്കാത്തൊരു ടൈപ്പ് ഓഫ് സൗണ്ട് അവർ കേൾക്കുന്നു, അതാണ് അതിനകത്തുള്ള കാര്യം. സോ നിങ്ങളൊരു നോർമലായിട്ടുള്ള ഇയർഫോൺസൊക്കെ യൂസ് ചെയ്തിട്ട് IEMSൽ വരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വന്നിത് എക്സ്പീരിയൻസ് ചെയ്തോളൂ. പല ആൾക്കാരും വന്നിട്ട് ഇത് കൊണ്ടിട്ട് വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്. എനിവേ, ഞാൻ കുറച്ച് ദിവസം, എനിക്ക് തോന്നുന്നൊരു 3-4 ദിവസം ഇതിൻ്റെ പുറകെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഓടി നടന്ന് ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് വീഡിയോ ആയിരുന്നു. ഇതിൽ നിന്ന് റിസൾട്ട് സംഭവങ്ങളൊക്കെ എനിക്ക് ഒരു മീഡിയോക്കർ അല്ലെങ്കിൽ ഒരു ഓക്കേഷ് ടൈപ്പ് ആണെന്നുണ്ടെങ്കിലും ആസ് എ ക്രിയേറ്റർ എനിക്കിതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇനി ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെന്നുണ്ട്. ഇറ്റ്സ് പ്രെറ്റി ടൈം കൺസ്യൂമിങ്, പക്ഷേ കുഴപ്പമില്ല, ഇതിൽ നിന്ന് കിട്ടുന്നൊരു ഹൈ ഉണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇരുന്നിട്ട് ഓർത്തത്, ഓക്കെ, ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആദ്യം എനിക്ക് ഫേസ് അല്ലെങ്കിൽ ഓൺ സ്ക്രീനിൽ വന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഓൺ സ്ക്രീനിൽ വന്ന് സംസാരിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും ഇപ്പോൾ ഫുൾ ഓൺ സ്ക്രീനിലാണ് സംഭവങ്ങൾ. എനിക്കൊരു ഓൺ സ്ക്രീനിൽ വന്ന് ആ ഒരു കോൺഫിഡൻസ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ, സോഷ്യൽ എക്സ്പെരിമെൻറ്റുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ഇതുവരെ ഓർത്തിട്ടില്ല. ഞാൻ എന്തോ എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. അതിനിപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പോയി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നും വരുന്നില്ല ഗൈസ്. ഇടയ്ക്കാരെങ്കിലൊക്കെ വന്ന് നോക്കിയാലായി. എനിവേ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടെന്നുള്ളത്. ഇനി ഇതുപോലത്തെ എന്തെങ്കിലും ക്രേസി എക്സ്പീരിയൻസ് ഇതുപോലെ പുറത്തൊക്കെ പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും പറയുക ഗൈസ്. സോ സബ്സ്ക്രൈബ്. ബൈ ഗൈസ്.